കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംഘർഷത്തിൽ 400ഓളം പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. വധശ്രമത്തിന് ഉൾപ്പെടെയാണ് കേസ്. സംഘർഷമുണ്ടാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിയെന്ന് മന്ത്രി എം ബി രാജേഷ്. നിയമങ്ങൾ പാലിച്ചാണ് കമ്പനി വീണ്ടും പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് നിയമമെല്ലാം പാലിച്ചുകൊണ്ടാണ് അത് വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. ചില ഛിദ്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ആ ഛിദ്രശക്തികൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മറയാക്കി നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത അക്രമമാണത്. അക്രമത്തെ അക്രമമായി തന്നെ കാണും. അത് ഈ പറഞ്ഞ അക്രമം കാണിച്ചവർക്കെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഇതൊന്നും വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്നതല്ല. ആക്രമണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന് ഫ്രഷ് കട്ട് ഉടമകളുടെ ആരോപണം. സമരമാണെങ്കിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ അവിടെ പോയിട്ടും അല്ലാതെയും അങ്ങാടിയിലും താമരശ്ശേരിയും ടൗണിലൊക്കെ സമരം ചെയ്ത ആളുകൾ ഇതുവരെ ഒരു അക്രമമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഇപ്പോഴും അക്രമമുള്ള ആളുകൾ ഇവിടെ ഇല്ലയെന്ന് നമ്മൾ വിശ്വാസം. നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഒരു 50 കൊല്ലം ജോലി ചെയ്തിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും വെച്ച് താമസം 50 കൊല്ലം കഴിഞ്ഞ് പിന്നെ പണിയെടുക്കാൻ പറ്റാതാവും. പിന്നെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിതി? അവിടെ കിടന്നുറങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. ആ വാപ്പയെ കിടക്കുന്ന 2 ബൈപ്പാമയും ഓക്സിജൻ 2 വെച്ചേക്കാണ് ശുദ്ധവായു കിട്ടാൻ വേണ്ടിയിട്ട്. സ്വന്തം വീട്ടിൽ നമ്മൾ 10-60 കൊല്ലം പണിയെടുത്തുണ്ടാക്കി ആ വീട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓക്സിജൻ വെക്കുകയാണ്. മിഥില ബാലനും നിഖിൽ പ്രമേഷും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, ഇന്നലെ വലിയ സംഘർഷമാണ് ഉണ്ടായത്. നാട്ടുകാർ ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? എങ്ങനെ ഈ സമരം അക്രമാസക്തമായി എന്നാണ് മിഥില? വലിയ പ്രതിഷേധമാണ് ഇന്നലെ സമരക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത്തരം വാക്കുകൾ തന്നെയാണ് ഇന്ന് രാവിലെയും നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് ഈ സമരക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി അവർ ഈ സമരത്തിലാണ്. ഗതികേട് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഫ്രഷ് കട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് കാരണം അവർക്ക് വീടുകളിൽ കഴിയാൻ പറ്റുന്നില്ല. കാരണം ദുർഗന്ധം വലിയ രീതിയിൽ വീടുകളിലേക്ക് എത്തുന്നു. മാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ശരീരത്തിൽ മുഴുവൻ ചൊറിഞ്ഞ് പാടുപൊന്തുന്ന ഒരു സാഹചര്യമുണ്ട്. നീരുറവകളെല്ലാം തന്നെ വലിയ രീതിയിൽ മലിനമാകുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 5-6 വർഷമായി അവർ ഈ സമരത്തിലുള്ളത്. അക്രമാസക്തമായത് എങ്ങനെ എന്ന ഒരു ചോദ്യം തന്നെയാണ് അവരും ഉന്നയിക്കുന്നത്. ഇന്ന് CPM-ഉം ഒപ്പം തന്നെ UDF-ഉം ഈ പ്രാദേശികമായ നേതാക്കളെല്ലാം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രതികരണം എന്നത് ആരാണ് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് 4 മണിവരെ ഈ ഒരു സമരം യാതൊരു തരത്തിലുള്ള അക്രമാസക്തമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അക്രമാസക്തമായത്. ഈ സമരം ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടു എന്നാണ് UDF-ന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം വന്നത്. സമാനമായി, അതായത് ഫ്രഷ് കട്ട് സമാനമായ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാൻ ഫ്രഷ് കട്ട് ഉടമകൾ ഗൂഢാലോചന നടത്തി എന്ന ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല പോലീസുമായി ഏറ്റുമുട്ടാനായിരുന്നില്ല ജനം സംഘടിച്ചത്. അത്തരത്തിൽ വന്ന ഒരു സമരം ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടു. സമരത്തിൽ ഗൂഢാലോചന ഉണ്ടായി. ആരോ ഇതിന് പിന്നിൽ നിന്ന് ആരോ പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് UDF-ന്റെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായത്. കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണം എന്ന് UDF നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ CPM താമരശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ബാബുവിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കണം. ഇതിൽ ഏതെങ്കിലും രീതിയിൽ പോലീസിനെ, അതായത് ഇത്തരത്തിൽ തീയിട്ട സംഭവം ഉൾപ്പെടെയുള്ള സംഭവമുണ്ട്, അതിൽ ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതും അന്വേഷിക്കേണ്ടതായുണ്ട്. വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു വികാരപരമായ ഒരു സമരത്തിലേക്ക് ഈ ഫ്രഷ് കട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒന്ന് പോകണമെങ്കിൽ ബാഹ്യ ഇടപെടൽ ഇതിൽ ഉണ്ടായി എന്ന ഒരു സംശയമുണ്ട്. മിഥില, ഇപ്പോൾ ഈ നാട്ടുകാർ എന്താണ് കേൾക്കാമെങ്കിൽ നാട്ടുകാർ എന്താണ് പറയുന്നത്? അത് തുടർന്ന് വന്ന ഒരു സമരമാണല്ലോ, പൊടുന്നനെയാണ് അത് അക്രമാസക്തമാവുന്നത്. അപ്പോൾ അതിന്റെ ഒരു കാരണം എന്താണ് എന്ന് നാട്ടുകാർ വിശദീകരിക്കുന്നുണ്ടോ? ഈ പോലീസ് നടപടിയിൽ പരിക്കേറ്റ നാട്ടുകാർ ഇപ്പോഴും ചികിത്സയിലുമാണോ മിഥില? ഉന്മേഷ്, 26ഓളം ആളുകൾക്ക്, അതായത് സമരത്തിൽ പങ്കെടുത്ത 26ഓളം ആളുകൾക്കായിരുന്നു പരിക്കേറ്റുണ്ടായിരുന്നത്. അവരെല്ലാം തന്നെ ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമികമായി ചികിത്സ തേടിയതിനു ശേഷം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ വീടുകളിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് കേസെടുത്ത ഒരു സാഹചര്യത്തിൽ അവർ തൽക്കാലം വീടുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ചിലയിടങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ അവർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
അവരെയൊന്നും തന്നെ ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത ആളുകളെയൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടായിരുന്നു ഇന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ എന്തുകൊണ്ടാണ് ഫ്രഷ് കട്ടിനെതിരെ ഇത്തരം ഒരു സമരത്തിലേക്ക് വന്നത്, അവരുടെ ഗതികേട് കൊണ്ടാണ് ആ ഒരു സമരത്തിലേക്ക് വന്നത്. ഇനിയും വലിയ രീതിയിൽ, അതായത് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ ആ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ. നമുക്കറിയാം, കഴിഞ്ഞ 5-6 വർഷമായി അവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ദുർഗന്ധം കാരണം വീട്ടിൽ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. നമ്മൾ ആ വീടിൻ്റെ അകത്ത് പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച, ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ചെറിയൊരു ആശുപത്രി തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ഈ ദുർഗന്ധം കാരണം വലിയ രീതിയിലുള്ള പ്രശ്നം, അവിടെയുള്ള ചെറിയ മക്കൾ ഉൾപ്പെടെ പ്രായമായ ആളുകൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രശ്നം, ശ്വാസതടസ്സങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മിനി ആശുപത്രി തന്നെയാണ് ഓരോ വീടുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമരത്തിന് ഇറങ്ങിയതും പൂർണ്ണമായും ഇത് അടച്ചുപൂട്ടാതെ പിന്നോട്ട് ഈ സമരത്തിൽ നിന്നും പോകില്ല എന്ന നിലപാടിൽ അവരിപ്പോൾ എത്തിയിട്ടുള്ളതും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.